എടുക്കുന്നത്. അപ്പോൾ പഴയ ഫോണും പുതിയ ഫോണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഹായ് ഹലോ നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പഴയ ഫോണിലാണ് കേട്ടോ ഞാൻ ഇൻട്രോയെല്ലാം എടുക്കുന്നത്. പഴയ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാംസങ് ആയിരുന്നു. സാംസങ്ങിൻ്റെ A32 എന്ന് പറഞ്ഞ ഫോണാണ്. അതൊരു 4 വർഷം കൊണ്ട് ഈ ഫോണാണ് യൂസ് ചെയ്യുന്നത്. 5G ഫോണായിരുന്നു. അപ്പം ക്യാമറ ക്ലാരിറ്റി എല്ലാം കുറവാണെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് പിന്നെ ഫോൺ ശോകമായി. എഡിറ്റിങ്ങും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് ഫോൺ ഭയങ്കര ശോകമായി. അപ്പോൾ വിചാരിച്ച് പുതിയ ഫോൺ ഒരെണ്ണം മേടിക്കാൻ. ഞാൻ സാംസങ്ങിൻ്റെ ആളാണ്. ഞാൻ സാംസങ്ങിൻ്റെ ഫോണാണ് ഇന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സാംസങ്ങിന് ഒരു 30,000 രൂപയ്ക്കകത്തോ അല്ലെങ്കിൽ 35,000 രൂപയ്ക്കകത്തോ ഒന്നും നല്ല ഫോണുകൾ ഇല്ല. നമുക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഫോണുകളൊന്നും കിട്ടുന്നില്ല. അപ്പം നമ്മൾ നേരെ സാംസങ്ങിൽ നിന്ന് റെഡ്മിയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം റെഡ്മിയുടെ ഒരു ഫോണാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഏതാ ഫോണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഏത് ഫോണാണ് മേടിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മേടിച്ച ഫോണെന്ന് പറയുന്നതേ ഞാൻ പറഞ്ഞല്ലോ റെഡ്മി ആണെന്ന്. റെഡ്മിയുടെ ഇതാണ് കേട്ടോ. നോട്ട് 13 Pro Plus 5G ആണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. റെഡ്മിയുടെ ഇത് 8GB 256 വേരിയൻ്റ് ആണ് കേട്ടോ. 8GB 256 വേരിയൻ്റാണ് മേടിച്ചത്. അപ്പോൾ 8GB റാമും 256GB ഇൻറ്റേർണൽ മെമ്മറിയൊക്കെ ഉള്ള ഒരു ഫോണാണ് മേടിച്ചത്. അപ്പം കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ 120 Hz റീഫ്രഷിങ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോൾബി ഡിജിറ്റലുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പിന്നെ ഒരു ടെക്കി വീഡിയോ അങ്ങനെയുള്ള സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മേടിച്ച അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. പിന്നെ ബാക്ക് ക്യാമറ 200 മെഗാപിക്സലാണ്. ഫ്രണ്ട് ക്യാമറ പക്ഷേ 16 മെഗാപിക്സലേ ഉള്ളൂ. ഫുൾ HD 30-ലും 60-ലും ഒക്കെ വീഡിയോ എടുക്കാം. പിന്നെ 4K 30 ഒക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ മീഡിയടെക് ആണ്. മീഡിയടെക് Dimensity 7200 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. പിന്നെ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 മിനിറ്റാണ് പറഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ IP68 ആണ് കേട്ടോ. വാട്ടർ പ്രൂഫിംഗ് ആണ്. വെള്ളത്തിലിടാന്നല്ല, വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഒക്കെ വെള്ളത്തിലിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കാൻ കാരണം നമ്മുടെ ഷസാം ഉണ്ടല്ലോ, കാൾമി ഷസാമാണ് ഇതിൻ്റെ വീഡിയോ ഇട്ട്. പിന്നെ ഞാൻ കുറേ തപ്പി, അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ചു വെച്ചതാണ്. അപ്പോൾ ഇത് തുറക്കാം നമുക്ക്. അപ്പോൾ തുറക്കുമ്പോൾ വേണ്ട ഇതിനകത്ത് കേസാണ് വരുന്നത്. ഇതിനകത്ത് വേണ്ട ഒരു കേസുണ്ട്. വേണ്ട അത്യാവശ്യം നല്ല കേസാണ് ഇത് കേട്ടോ. മറ്റേ ഗ്ലാസ് ടൈപ്പ് കേസാണെങ്കിൽ ഒരു മഞ്ഞ കളറായി പോകും. ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കേസാണ്. അതാണ്ട് നമ്മുടെ മൊബൈൽ ഇതായിരിക്കുന്നു. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇത് ഓൾറെഡി ഓൺ ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഓൺ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. റെഡ്മി അപ്പോൾ ഇത് ഓണായി വരട്ടെ. ക്യാമറ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതിനകത്ത് എടുത്ത വിഷ്വലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല 5000 mAh ആണ് ബാറ്ററി ബാക്കപ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബോഡി വരുന്നത് കണ്ട് ഇതൊരു ഒരു ലെതർ ഫിനിഷ് ആയിട്ടോ. ബാക്കിലത്തെ ഈ ബോഡിയൊക്കെ എന്ന് പറയുന്നത് ഒരു ലെതർ ഫിനിഷോട് കൂടിയ ബോഡിയാണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് LED ഫ്ലാഷ് ഉണ്ട്. പിന്നെ റെഡ്മിയുടെ ബാഡ്ജിങ്. പിന്നെ 3 ക്യാമറ ആട്ടോ വരുന്നത്. ഒരു മാക്രോയും പ്രൈമറി ഒക്കെ ആയിട്ടുള്ള ക്യാമറ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ടെക് പരമായിട്ടുള്ള ചാനലാണ്. ഇതിപ്പം ഞാൻ മേടിച്ചത് കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് IR സെൻസറൊക്കെ ഉണ്ട്. നമ്മുടെ TV-യും AC ഒക്കെ ഇത് വെച്ച്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കറാണ്. മുകളിലും ഉണ്ട്, താഴെ ഉണ്ട് സ്പീക്കർ കേട്ടോ. Type-C പോർട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിം ഇജക്റ്റ്, 2 ചെറിയ സിമ്മ്, മൈക്രോ സിമ്മുകളാട്ടോ. ചെറിയ മൈക്രോ അല്ല, നാനോ സിമ്മുകൾ. 2 സിം ഇടാൻ പറ്റും.
SD കാർഡൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 256 ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് 256 GB ആണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഓണായി വന്നിട്ടുണ്ട്. ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇതിൻ്റെ ക്യാമറയൊക്കെ ദാണ്ട് ഇവിടെ മേൽ ഭാഗത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. എന്നെ പൊങ്കാലിടാൻ വരുന്നത് ഞാൻ മേടിച്ചത് കൊണ്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 31,000 രൂപയാണ് കേട്ടോ. ഞാൻ കൊല്ലത്ത് സ്കൈ സെല്ലിൽ നിന്നാണ് മേടിച്ചത്. നമ്മുടെ കൊല്ലത്ത് സ്കൈ സെല്ലിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ പണ്ടേ ഫോണെല്ലാം മേടിക്കുന്ന അവിടെ നിന്നാണ്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോൺ. അടിപൊളി ക്യാമറയാണ്. അപ്പം നിങ്ങളും ഈ ഒരു 30-31 രൂപ റേഞ്ചിൽ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ റെഡ്മി നോക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്യാമറയൊക്കെ അതായത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് ക്യാമറയിലാണ് ഉള്ള ഇതാണ്. ഇതിൻ്റെ ബാക്ക് വിഷ്വൽസൊക്കെ വീഡിയോയും സ്റ്റിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക്. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇടുക. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ പക്ഷേ 16 മെഗാ പിക്സലേ ഉള്ളൂ. പക്ഷേ ഈ ബാക്ക് ക്യാമറ 200-ൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. 200 മെഗാ പിക്സലിൽ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്താൽ പോലും നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കാണാം കേട്ടോ. ഇതിനകത്തുള്ള വർക്കിംഗ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഹായ്, ഇത് നമ്മുടെ പുതിയ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പഴയ ഫോണും പുതിയ ഫോണും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല പിക്ചർ ക്വാളിറ്റിയാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്, നല്ല ഷാർപ്പായിട്ട് നമ്മുടെ ഫേസ് എല്ലാം എന്തുണ്ടെങ്കിലും അതേപോലെ അറിയാൻ പറ്റും. അത്യാവശ്യം കൊള്ളാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഫോൺ ഇഷ്ടപ്പെട്ട്. ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി. ഞാൻ ഒരാഴ്ച കൊണ്ട് യൂസ് ചെയ്തു. ഇപ്പം അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. 19 മിനിറ്റിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേട്ടോ. സൂപ്പർ ക്യാമറ. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്. ഞാൻ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി എല്ലാം അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട്. അപ്പം ക്യാമറ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ട് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു 35,000-നകത്ത് നല്ല ഫോൺ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ഈ ഫോൺ മേടിച്ചു കേട്ടോ. സൂപ്പർ ഫോണാട്ടോ. ഇത് റെഡ്മിയുടെ പ്രൊമോഷനൊന്നും അല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. റെഡ്മിയുടെ അല്ലേ ഞാൻ മേടിച്ച ഷോപ്പിൻ്റെ ഒന്നും പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് പ്രൊമോഷൻ അങ്ങനൊന്നും അല്ല. ഞാൻ മേടിച്ച് ഞാൻ സാംസങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ റെഡ്മിയിലോട്ട് വന്നപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അത്യാവശ്യം നല്ല ഫോണാട്ടോ. പിന്നെ IP68 ഒക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മളിപ്പം പുറത്തൊക്കെ പോകുമ്പോൾ മഴ പെയ്താലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കാണിക്കുന്നത് വെള്ളത്തിലൊക്കെ ഇട്ട് കാണിക്കുന്ന റിവ്യൂ ഉണ്ട്. ഞാൻ എന്തായാലും വെള്ളത്തിലൊന്നും ഇടുന്നില്ല. അപ്പം ഇനി ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി കാണിച്ചു തരാം. ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വിഷ്വൽസും സ്റ്റിൽസും എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞത് ബാക്ക് ക്യാമറയിലാണ് കേട്ടോ. ഫുൾ HD 60-ലുള്ള ക്വാളിറ്റി കേട്ടോ. നമ്മൾ സൂം ചെയ്താലൊക്കെ കണ്ടോ, സൂമിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ ഫുൾ HD 30-ലാണ്. 60-ലിടുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷൻ. പിന്നെ അത് സ്റ്റഡി മോഡൊക്കെ ഉണ്ട്. സ്റ്റഡി മോഡ് പക്ഷേ ഫുൾ HD 60-ൽ വർക്ക് ചെയ്യത്തില്ല, 30-ൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. 4K ഉണ്ട്. 4Kയുടെ ക്വാളിറ്റി കാണും. ഇതിപ്പോൾ 4K 30 FPS-ലാണ്. 4K 30 വരെ ഉള്ളൂ കേട്ടോ. 4K 30 FPS-ലാണ് വീഡിയോ. അതാണ്ട് ആ മേഘങ്ങളൊക്കെ കണ്ടോ, അതുകൊണ്ട് നല്ല സൂം ചെയ്യാൻ പറ്റും, നന്നായിട്ട് സൂം ചെയ്യാൻ പറ്റും. അടിപൊളി ഫോണാണ് കേട്ടോ. അപ്പം മേടിക്കുന്നവർ ഉറപ്പായിട്ടും മേടിച്ചോ. കുറച്ച് സ്റ്റിൽസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്ന് പറഞ്ഞാൽ ഫോൺ മേടിച്ച്, അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ റെഡ്മിയുടെ ഫോൺ ഒരു മേടിക്കാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ധൈര്യമായിട്ട് മേടിച്ചോ. അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.